അപ്പൊ ഞാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ദൈവഹിതമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങൾക്ക് സഹായിച്ചിട്ട് കാര്യമില്ല, എത്തില്ല. ആ കളം വരച്ചു വെച്ചപ്പോൾ എൻ്റെ മുഖവും ആ കളം വരച്ച മുഖവും ഒരേപോലെ. ഇത് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ ഇപ്പുറം നിന്നാൽ പോരെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിന് പ്രൈസ് ടാഗ് വെച്ച് വിൽക്കുന്ന സ്വഭാവമല്ല. നാളെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവരെ ആരും എന്നെ സഹായിക്കാൻ ഉണ്ടാവും. ഇപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ കുടുംബം മുഴുവൻ ഒരു ദേവതാ പരിവേഷമാണ് എനിക്ക് തന്നിരിക്കുന്നത്, ഒരു ദൈവിക പരിവേഷമാണ് എനിക്ക് തന്നിരിക്കുന്നത്. മനസ്സിലാ, ആ രീതിയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇതിലെ ഒരു സംശയം ചോദിക്കട്ടെ. ഇതില് ഇപ്പോ അവരുടെ ഈ യൂണിവേഴ്സ് കൽപ്പിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കുമല്ലോ മരണത്തിന്റെ. ആ സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല, അത് പോവന്നെ. ആ സമയത്തിന് മുൻപ് ഏതെങ്കിലും സാഹചര്യത്തിൽ മരണം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ പറ്റും, അതിനെ മാത്രമേ തടുക്കാൻ പറ്റുള്ളൂ. ഇത് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മെഡിക്കൽ കോളേജില്, ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജില് മോർച്ചറിയിൽ ഇപ്പുറം നിന്നാൽ പോരെ. ഞാൻ നല്ല വരുമാനമാണ്. കാരണം കൊണ്ടുവരുന്നതിനെയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് ആ നീറ്റോ എന്ന് പറഞ്ഞാൽ വിട്ടാൽ എനിക്ക് വരുമാനമായി. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ അതിൻ്റെതായ ഒരു കണക്കുകളുണ്ട്. ഇപ്പം എനിക്കിപ്പം എന്താ പറയാ, എൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കാം, ഉമ്മ കൊടുക്കാം, ഒന്നൊക്കെ ചെയ്യാം അല്ലേ. ഞാൻ അതേ അവസ്ഥയിൽ വേറെ സ്ത്രീൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഉണ്ടാവുക? മുഖത്താ ചുണ്ടെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, അടിച്ചങ്ങ് പൊട്ടിക്കും. അപ്പൊ ഞാനായാലും അതന്നെ ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാതും നടക്കണമെന്നില്ല, മനസ്സിലായോ? അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വന്ന ഏകദേശം 90% ആളുകളെ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. 10% എനിക്ക് പറ്റില്ല. 100% ഒരിക്കലും ഒരു കാര്യത്തിനും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഇത് എന്താ പറയാ, ഞാനിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാം എന്നുള്ള ധാരണയൊക്കെ തെറ്റാ. അതിനോണ്ടൊന്നും കഴിയില്ല. ഇത് എന്തോ ഭാഗ്യവശാൽ ഞാൻ ചെയ്ത കർമ്മത്തിന് ആ ഫലം വന്നതുകൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ആ സമയത്തുള്ള ആ അനുഭവം അതായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനത് ചെയ്യേണ്ട നിയോഗമായതുകൊണ്ടായിരിക്കാം ഞാനത് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവരെ എനിക്ക് പരിചയപ്പെടാൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരാളാണ്. നിയോഗം അനുസരിച്ചാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ദൈവഹിതമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങൾക്ക് സഹായിച്ചിട്ട് കാര്യമില്ല, എത്തില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഇപ്പം ഓരോരുത്തർക്കും പല അനുഭവങ്ങളാണ് വന്നിരിക്കുന്നത്. പലരോടും പല രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരേ സ്ഥലത്തുനിന്ന് 2 പേരെന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു ആണും ഒരു പെണ്ണുമാണ് വിളിച്ചിരിക്കുന്നത്, ഒരേ വീട്ടിൽ നിന്നാണ്. പക്ഷെ അവര് ഒരാളോട് പറഞ്ഞു കൊടുത്തത് എന്താ പറയാ, ഒരു ഇന്ന ദിശയിലേക്ക് നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. മറ്റേ ആളോട് പറഞ്ഞു ദിശയൊന്നും നോക്കണ്ട, നിങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ, ഒന്നും നിങ്ങളും അവരുമായിട്ട് വ്യത്യാസമല്ലേ? ഉണ്ട്, അത്ര തന്നെ അതിന്റെ കാര്യമുള്ളൂ. കാരണം അവർക്ക് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അത് അവർക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ഇതാണ് പറഞ്ഞു തന്നത്, അത് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ചെയ്തു നോക്ക്, മാറ്റം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് വെറുതെ നിങ്ങളുടെ ടൈമും എൻ്റെ ടൈമും വേസ്റ്റ് ആക്കണ്ട. നിങ്ങളൊരാൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് വിളിക്കാനുള്ളൊരു ഗ്യാപ്പാണ്. ഇപ്പൊ ഞാനിവിടെ ഇത്രയും നേരം ഇരുന്നു, ഒരു 5-8 കോൾ എനിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായോ? വരുന്നവർക്ക് എല്ലാവർക്കും മാറ്റം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു പരിധി വരെയുള്ളത് ഞാൻ ശ്രമിച്ചു നോക്കാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എത്തിപ്പെടണമെങ്കിലും ഒരു നിയോഗമുണ്ട്. നിങ്ങൾ ശ്രമിച്ചുകൊണ്ട്, ഞാൻ ശ്രമിച്ചു, അതേപോലെ അത് എത്തിപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് എത്തിപ്പെടാനും സാധിക്കുള്ളൂ. ഇതിപ്പം എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഞാൻ ഈ ജന്മം ചെയ്ത കാര്യം കൊണ്ടല്ല ഞാൻ ഇത്ര ലെവലിൽ എത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ്. അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ തറവാട് ക്ഷേത്രം. ആ തറവാട് ക്ഷേത്രത്തിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഗുരുസ്ഥാനത്ത് ഒരു മുത്തപ്പനാണ്, ഗുരുമുത്തപ്പൻ എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അപ്പൊ ഈ മുത്തപ്പന്റെ കളം വരച്ചു വെച്ചിട്ടുണ്ട്. ആ കളം വരച്ചു വെച്ചപ്പം എൻ്റെ മുഖവും ആ കളം വരച്ച മുഖവും ഒരേപോലെ. അത് ഞാൻ ആദ്യമായിട്ടാണ് ആ ക്ഷേത്രത്തിൽ ഞാൻ ചെല്ലുന്നത്. അതായത് പൊടി കൊണ്ട് കോലം വരയ്ക്കും. കോലം വരച്ചു വെച്ചിരിക്കും. കളം നമ്മള് ഈ നാഗകളങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? നാഗത്തിന്റെ രൂപങ്ങളൊക്കെ വരച്ച് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കി. അതുപോലെ ഇതിൽ ആളെ രൂപമായിരുന്നു വെച്ചിരുന്നത്. എൻ്റെ മുത്തപ്പന്റെ പടമായിട്ട് വരച്ചു വെച്ചിരുന്നതിൽ എൻ്റെ മുഖവുമായിട്ട് സാദൃശ്യം. അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെത് കറുത്ത മുടിയാണ്, അങ്ങേരുടെ വെളുത്തതാണ് എന്ന് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര വൃത്തിയായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വരച്ചു വെച്ചത് അവിടെ ഈ കളം വരയ്ക്കുന്ന ടീമാണ്. അതായത് അവിടെ ഉത്സവത്തിന് വർഷത്തില് കളം വരയ്ക്കും. മനസ്സിലായോ? ഈ കളം വരച്ചു വെക്കുന്നത് ഓരോരോ രൂപങ്ങളാണ് വരച്ചു വെക്കുക. ഇപ്പം വിഷ്ണുമായയുടെ കളത്തിന് വിഷ്ണുമായയുടെ രൂപം വരയ്ക്കും,
കാളിയുടെ കളത്തിൽ കാളിയുടെ രൂപം വരയ്ക്കും, ഇങ്ങനെ വരച്ചു വെക്കും. മുത്തപ്പൻ്റെതിന് ആ ഫോട്ടോ പോലെയാണ് വരച്ചു വെച്ചിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അന്നത്തെ ഒരവസ്ഥയിൽ എനിക്ക് ആ ഫോട്ടോ പോലും എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മനസ്സിലായോ? ആ ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എന്താണ്. അപ്പം ഈ ജന്മം കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല, ഇത് ജന്മം കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ എത്താനുള്ള ഒരു കർമ്മവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ മുൻജന്മ ഗുണം തന്നെ ആയിരിക്കണം എനിക്കത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പലരും എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നെക്കാളും പ്രഗത്ഭന്മാരാണെന്ന് സ്വയം പറയുന്നതും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതായിട്ടുള്ള പലരും എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ വെല്ലുവിളിച്ചവന്മാരോടൊക്കെ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, കഴിയെങ്കിൽ നീ ഒന്ന് ചെയ്തു കാണിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവും? അനാവശ്യമായി നിങ്ങൾ തന്നെ ചെയ്തോളാം, നിങ്ങൾ തന്നെ മേടിച്ചോളുക. എനിക്ക് അതിനുള്ള സമയമില്ല, കാരണം എനിക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരാളെ ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി പുറകിന് നടന്നു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടി നമുക്ക് തന്നെ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. അതിപ്പോ അവരവരുടെ ശക്തി പോലെയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ അടുത്തേക്ക് ഇപ്പോൾ കുറച്ച് ആളുകളെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വിട്ടു, അവനെ പോയി കണ്ട് അങ്ങ് തല്ലി ഒതുക്കിയേരെ, എന്റെ കൈയും കാലം അങ്ങ് പൊട്ടിച്ചേരെ എന്ന് പറഞ്ഞൊരു 4-5 ആൾക്കാരെ നിങ്ങൾ വിട്ടു. അപ്പൊ അവര് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവോ? ഞങ്ങൾ 4-5 പേരല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എടുത്ത വഴിക്ക് അവർക്ക് ധൈര്യം കൊടുക്കുന്നത്, അവന്റെ കൂടെ ആരും ഉണ്ടാവില്ല, അവനൊറ്റയ്ക്ക് തന്നെ ഉള്ളൂ, ഇന്ന സ്ഥലത്ത് പോയാലും അവനെ പിടിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്നെ അത്രയും ദിവസം വാച്ച് ചെയ്തപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ആരും ഉണ്ടായിണ്ടാവില്ല. പക്ഷെ ഈ 5 ആള് വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു 25 ആളുണ്ടെങ്കിൽ ഈ 5 ആളെന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ലല്ലോ, അല്ലേ? ഇവര് നേരെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ നിങ്ങളോട് സ്നേഹം തരില്ലല്ലോ വരിക, അല്ല എനിക്ക് അവിടെ പോയി എനിക്ക് അടി കിട്ടി എന്ന് പറയാനാണോ അത് വരിക? ഈ 5 പേരും കൂടി നിങ്ങൾക്ക് പൊങ്കാല വെക്കും, ഉറപ്പല്ലേ? ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു മൂർത്തിനെ വിടുന്ന സമയത്ത് അതിന് പാകമുള്ള മൂർത്തിനെ വിടുക, അത്രേ ഉള്ളൂ. എനിക്ക് ഏതായാലും മരിക്കാൻ പേടിയില്ല, ഒരിക്കലും ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ്. കാരണം എന്താ വെച്ചാ ഇതുവരെ ഞാൻ ജീവിച്ചല്ലോ. ഇത് പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഈ മാരകമായ രോഗങ്ങൾ അനുഭവിച്ച് വേദന അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ എന്തുകൊണ്ട് ആ ആൾക്കാരെയൊക്കെ അവരെ ഒരു വേദനയിൽ നിന്നും മുക്തിയാക്കി കൂടാ? നിങ്ങൾക്ക് ഇങ്ങനത്തെ പവറുകൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 100 ആള് 90 ആളും എൻ്റെ അടുത്ത് വന്നിട്ട് മാറ്റം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അടുത്ത് വരാതെ എനിക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേദന ഉണ്ടോ, ഞാൻ മാറ്റി തരണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്നെ പിടിച്ചും കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ അവിടെ അടുത്ത ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുതിരവട്ട കൊണ്ടുപോയി കയറ്റി തന്നെ ചെയ്യും. വേറൊരു സംശയം ഉണ്ടാവും. നമ്മൾ ഈ RCC അവിടെയാണെങ്കിലും അപ്പൊ ഇത്തരം സെന്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാല് ചെറിയ മക്കള് തൊട്ട് അവര്, എന്റെ കൊച്ചെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഒരു അവസ്ഥയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. ഇതിന്റെ വേദന എന്താന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. പക്ഷെ ഈ വേദന എന്നെ ബലപ്പെടുത്തിയിട്ടില്ല. അല്ല, ഈ നമുക്ക് ഈ നിയോഗം എന്ന് പറയുന്നത് അവിടെ എഫക്ട് ആവുന്നതല്ലേ. സ്വാമിക്ക് ഇപ്പോ ഈ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാലും ഇവർക്ക് ആ നിയോഗം ഇല്ലെങ്കിൽ സ്വാമിക്ക് സുഖപ്പെടുത്താൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. അവർക്ക് നിയോഗം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചെക്ക് ചെയ്യാൻ പറയും. മനസ്സിലായോ? ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും കൂടുതലായിട്ട് ചിന്തിക്കുന്ന കാര്യം, ഓക്കെ എനിക്ക് അറിയാവുന്ന ഒരാളിങ്ങനെ മരണശൈലിയിൽ കിടക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിന് പ്രൈസ് ടാഗ് വെച്ച് വിൽക്കുന്ന സ്വഭാവമല്ല. ഇന്നും ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന ആളുകളൊക്കെ ഈ ഇത് വീഡിയോ കേൾക്കുന്നുണ്ടാവും, ഞാൻ ഇത്ര വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നത് കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ കർമ്മങ്ങളില്ല. അത് ഈ വലിയ വലിയ പൂജകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇത്ര രൂപ വേണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ദോഷം ഞാൻ തീർക്കണേ, ഇല്ലെങ്കിൽ നാളെ ഞാൻ വയ്യാണ്ട് കിടക്കുമ്പോൾ ഇവരെ ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറയുന്ന ആളുകൾ, ഇപ്പൊ ഈ ഉപകാരം ഞാൻ ചെയ്തു കൊടുത്തു എന്ന് പറയുന്ന ആളുകളില്ലേ, ഇവർക്കൊക്കെ മറ്റെവിടുന്ന് കിട്ടുന്നതിനേക്കാളും പൈസ ചെലവ് കുറച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തു കൊടുത്തതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നാളെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവരെ ആരും എന്നെ സഹായിക്കാൻ ഉണ്ടാവോ? ഒരിക്കലും വരില്ല. എന്നിട്ടും ഞാനത് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പൊ പ്രസന്റിൽ എന്താണ് അതേ എനിക്ക് വിശ്വാസമുള്ളൂ. നാളെ എനിക്ക് ദോഷം വരും എന്ന് വിചാരിച്ച് ഇന്നേ സ്വരൂപിച്ച് വെക്കുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കില്ല. എനിക്ക് ഇന്ന് ഫ്രീ ആയിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. മനസ്സിലായി. ഓക്കെ.